Hello dear students, welcome to another lecture of Environmental Impact Assessment. In this video, we are going to discuss about the remaining portion from Module 5. Module 5-ൻ്റെ ആദ്യത്തെ വീഡിയോയിലെ സിലബസിലെ ഫസ്റ്റ് 2 ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ആണ് ഫോൾട്ട് ട്രീ അനാലിസിസ് ആൻഡ് ഇവൻറ്റ് ട്രീ അനാലിസിസ്, then role of an environmental engineer, then public participation. Coming to the first topic, fault tree analysis and event tree analysis. This topic is a regular university question, that is differentiate between or compare the properties of fault tree analysis and event tree analysis. Fault tree analysis is concerned with the analyzing the fault which might lead to an event, but event tree is interested in stopping its escalating. ദാറ്റ് ഈസ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയെന്ന് ചെക്ക് ചെയ്യുന്നതാണ് FTA, ദാറ്റ് ഈസ് ഫോൾട്ട് ട്രീ അനാലിസിസ്. ഇവൻറ്റ് ട്രീ അനാലിസിസ് എന്ന് പറയുന്നത് അത് ഒഴിവാക്കാൻ അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് അതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നതാണ് ETA, ഇവൻറ്റ് ട്രീ അനാലിസിസ്. ഇറ്റ് ക്യാൻ ബി ക്വാളിറ്റേറ്റീവായിട്ടും ക്വാണ്ടിറ്റേറ്റീവായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. It is easily to get confused between these two techniques. Indeed, the two are in fact complementary, are often used together, but focus on the opposite sides of an undesired event. Fault tree analysis എന്താന്ന് നോക്കാം. Fault tree analysis, it is an analytical technique for tracing the event which could contribute. Then used in accident investigation and in detailed hazard assessment. It uses a set of symbols, labels and identifiers. A fault tree diagram is drawn from top to bottom. എന്ന് വെച്ചാൽ സാധാരണ ഒരു ഫോൾട്ട് ട്രീ അനാലിസിസിൻ്റെ ഒരു ഫിഗറാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഫോൾട്ട് ട്രീ അനാലിസിസ് എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്കാണ് ഇത് തുടങ്ങുന്നത്. ഫ്രം ടോപ്പ് ടു ബോട്ടം എ ഫോൾട്ട് ട്രീ ഡയഗ്രാം ഈസ് ഡ്രോൺ ഫ്രം ടോപ്പ് ടു ബോട്ടം. മുകളിൽ നിന്ന് താഴേക്കാണ് തുടങ്ങുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് യൂസസ് എ സെറ്റ് ഓഫ് സിംബൽസ്, ലേബൽസ് ആൻഡ് ഐഡൻറ്റിഫയേഴ്സ്. എന്ന് വെച്ചാൽ പണ്ട് നമുക്കറിയുന്ന ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, റെക്റ്റാങ്കിൾ, സർക്കിൾ, ഇങ്ങനത്തെ കുറച്ച് സിംബൽസൊക്കെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പല ടൈപ്പിലുള്ള സിംബൽസ് നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, ഇങ്ങനെ പല ടൈപ്പിലുള്ള സിംബൽസ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അനാലിറ്റിക്കൽ ടെക്നിക്കാണ് യൂസ്ഡ് ഫോർ ട്രേസിങ് ദ ഇവൻറ്റ് വിച്ച് കുഡ് കോൺട്രിബ്യൂട്ട്. ഒരു ഇവൻറ്റ് ഒരു പ്രൊജക്റ്റിൽ നടന്നു, ആ ഇവൻറ്റ് നടക്കാൻ കാരണം എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുക. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഇത് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഹസാർഡ് അസസ്മെൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ എക്സാമ്പിൾ നോക്കിയാൽ നമുക്കിത് മനസ്സിലാവും. ഫസ്റ്റത്തെ ഏതെന്താ, ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് നടന്നു ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ. ആക്സിഡൻറ്റ് ഇതാണ്, എക്സ്പ്ലോഷൻ ഇൻ പെയിൻറ്റ് സ്പ്രേയിങ് ബൂത്ത്. പെയിൻറ്റ് സ്പ്രേയിങ് ബൂത്തിലെ ഒരു എക്സ്പ്ലോഷനാണ് നടന്നത്. അതായിരുന്നു നമ്മളുടെ ഇവൻറ്റ് അല്ലെങ്കിൽ നമുക്കുണ്ടായ ആക്സിഡൻറ്റ്. അതാണ് ഈ ആക്സിഡൻറ്റിന് കാരണമായിട്ടുള്ള ഇവൻറ്റുകൾ എന്തൊക്കെയാവാം. ഒന്നല്ലെങ്കിൽ ഫ്ലെയിമബിൾ പെയിൻറ്റ് സ്പ്രേ ഇൻ എക്സ്പ്ലോസീവ് കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് അൻ ഇഗ്നീഷൻ പ്രസൻറ്റ്. രണ്ട് കാരണങ്ങളാവാം. ഒന്ന് ഈ എക്സ്പ്ലോഷൻ പെയിൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയതാവാൻ കാരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കത്താൻ ഉതകുന്ന സാധനങ്ങൾ അവിടെ എവിടെയെങ്കിലും വന്നതാവാം. ഇതിന് തന്നെ പല പല കാരണങ്ങളുണ്ടാവും അല്ലേ. ഫ്ലെയിമബിൾ പെയിൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടാൻ കാരണം എന്താവാം, എക്സ്ട്രാക്ടർ ഫാനിൽ എന്തെങ്കിലും ഫെയിൽ ഉണ്ടായതാവാം. അതായത് ഇതിൻ്റെ കോൺസെൻട്രേഷൻ കറക്റ്റ് നോക്കുന്ന സാധനത്തിൽ എന്തെങ്കിലും ഫെയിൽ ആവാം. ഈ സാധനം ഫെയിലാവാൻ തന്നെ രണ്ട് കാരണങ്ങളുണ്ടാവും. ഒന്നല്ലെങ്കിൽ ഈ എക്സ്ട്രാക്ടർ ഫാനിലുള്ള മെക്കാനിക്കൽ ഫെയിലിയർ ആവാം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഫെയിലിയർ ആവാം. മെക്കാനിക്കൽ ഫെയിലിയർ ആയാൽ പിന്നെ അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, ആ എക്യുപ്മെൻറ്റ് കേടുന്നതാണ്. ഇലക്ട്രിസിറ്റി ഫെയിലിയർ ആണ് കാരണം എന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ഫെയിലിയർ ആവാൻ വേണ്ടിയിട്ട് രണ്ട് കാരണങ്ങളുണ്ടാവും. ഒന്ന് ഇലക്ട്രിസിറ്റിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള സർക്യൂട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കമ്പനി ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് കറണ്ട് പോയതായിരിക്കണം പ്രശ്നം, അല്ലെങ്കിൽ സപ്ലൈസിലുള്ള എന്തെങ്കിലും ബിസ്റ്റ്. അപ്പോൾ ഫെയിലിയർ ഓഫ് മെക്കാനിക്കൽ എക്യുപ്മെൻറ്റിലെ ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട. ഇലക്ട്രിസിറ്റി കമ്പനി ഫെയിൽ ചെയ്താണ് സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടാവും.
ഒന്നല്ലെങ്കിൽ സ്ട്രൈക്ക് ഉണ്ടാവാം ആൾക്കാരുടെ, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഇലക്ട്രിസിറ്റി ജനറേഷൻ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം. ഇനി ഇതിന് തന്നെ പിന്നെയും കാരണങ്ങൾ ഉണ്ടാവും. നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ നിർത്തും. ഇനി ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ, സോഴ്സസ് ഓഫ് ഇഗ്നിഷൻ പ്രസൻറ്റ്, എന്തെങ്കിലും ഒരു കത്താനുതകുന്ന സാധനം അവിടെ എവിടെയെങ്കിലും പ്രസൻ്റ് ആയതാവാം. അപ്പോൾ കാരണം ഒന്ന് കത്താനാവുന്നതാവാം, അല്ലെങ്കിൽ എന്താവാം ഇലക്ട്രിക്കൽ സ്പാർക്ക് ഉണ്ടായതുകൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിഗരറ്റിൻ്റെ ലിറ്റ് എന്തെങ്കിലും ഉണ്ടായതാവാം. ഇനി സിഗരറ്റിൻ്റെ ലിറ്റ് ആണെങ്കിൽ തന്നെ അത് വർക്ക്മെൻ ഉണ്ടാക്കുന്നതാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേഴ്സൺ ലിറ്റ് ചെയ്തതാവാം. ഓക്കെ, ഇലക്ട്രിക്കൽ സ്പാർക്ക് ആണെന്നുണ്ടെങ്കിൽ അത് ഫെയിലർ ഓഫ് സിസ്റ്റം ആവാം, ഏതെങ്കിലും ഫെയിലർ. അങ്ങനെ ഒരു ആക്സിഡൻറ്റിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രീ പോലെ, ഒരു നെറ്റ്വർക്ക് പോലെ നമ്മൾ ഉണ്ടാക്കുന്നതിനാണ് ഫോൾട്ട് ട്രീ അനാലിസിസ്. ഒരു ഫോൾട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവും. ഈ ആക്സിഡൻറ്റിന് കാരണമാകുന്ന ഇവൻറ്റുകൾ ഇങ്ങനെ ബ്രാഞ്ച് ആയിട്ട് ഒരു ട്രീ പോലെ നമ്മൾ ടോപ്പ് ടു ബോട്ടം എഴുതുന്നതിനാണ് നമ്മൾ ഫോൾട്ട് ട്രീ അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേമാണ് ഇവൻറ്റ് ട്രീ അനാലിസിസ്. ഷോർട്ടായിട്ട് നമ്മളതിനെ ETA എന്ന് വിളിക്കും. ദിസ് ഈസ് എ കോംപ്ലിമെൻ്ററി ടെക്നിക് ടു FTA, but defines the consequential event which flows from primary initiating event, used to investigate the consequences of losses of making event. അതായത് ഒരു സംഭവം നടന്നു, അപ്പോൾ ഒരു കമ്പനിയിൽ തീപിടുത്തം ഉണ്ടാവാനുള്ള കാരണത്തിനേക്കാളും കൂടുതൽ തീപിടുത്തം ഉണ്ടായതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ഇവൻറ്റ് ട്രീ അനാലിസിസ് എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ വേസ് ടു മിറ്റിഗേറ്റിംഗ് റാദർ ദാൻ പ്രിവെൻറ്റിംഗ് ആൻഡ് ലോസസ്. അങ്ങനെ ഒരു ഫെയിലിയർ, ഇപ്പോൾ ഭാവിയിൽ ഒരു പ്രശ്നമുണ്ടായാൽ എന്തൊക്കെ പ്രോബ്ലംസ് ആ കമ്പനിയിൽ ഉണ്ടാവും, ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഈ കമ്പനിയിൽ ഉണ്ടായാൽ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ഭാവിയിലേക്ക് പ്ലാൻ ചെയ്യുന്നതാണ് ഇവൻറ്റ് ട്രീ അനാലിസിസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ പ്രൈമറി ഇവൻറ്റ് ഓഫ് കൺസേൺ. സെക്കൻഡ് സ്റ്റെപ്പ് ഐഡൻറ്റിഫൈ ദ കൺട്രോൾസ് ദാറ്റ് ആർ അസൈൻഡ് ടു ഡീൽ വിത്ത് ദ പ്രൈമറി ഇവൻറ്റ് സച്ച് ആസ് ഓട്ടോമാറ്റിക് സേഫ്റ്റി സിസ്റ്റം, അലാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് ആക്ഷൻസ്. Construct the event tree beginning with the initiating event and proceeding through the failure of safety factions. Establish the resulting accident sequences. Identify the critical failures that need to be addressed. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് എഴുതേണ്ട പോയിൻറ്റ്സുകളാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭാവിയിലേക്ക് പ്ലാൻ ചെയ്യുകയാണ് അല്ലേ. ഇപ്പോൾ ഇൻ കേസ് നമ്മളുടെ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് they typically uses boolean or binary logic. ബൈനറി ലോജിക് എന്ന് പറഞ്ഞാൽ എന്തായാലും 2 ആൻസറേ ഉണ്ടാവുള്ളൂ, 1 അല്ലെങ്കിൽ 0, ഒന്നല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ, അല്ലെങ്കിൽ ഓൺ അല്ലെങ്കിൽ ഓഫ്, സക്സസ് ഓർ ഫെയിലിയർ. അങ്ങനെ ബൈനറി എന്ന് പറഞ്ഞാൽ അതിൽ 2 ആൻസറേ ഉള്ളൂ, ഒന്നല്ലെങ്കിൽ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ. ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, പ്രോഗ്രസ് ഇൻ ദ റൈറ്റ്. ലെഫ്റ്റ് നിന്ന് റൈറ്റ്, ടോപ്പ് ടു ബോട്ടത്തിന് പകരം ലെഫ്റ്റ് ടു റൈറ്റിലേക്കാണ് ഇത് പോകുന്നത്. ഈച്ച് ബ്രാഞ്ചിങ് പോയിന്റ് ഈസ് കോൾഡ് നോഡ്. ഇത്രയാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് ഇത് നോക്കാം. എക്സാമ്പിൾ വെച്ച് നോക്കി, 3 സ്റ്റേജ് സിസ്റ്റം ഫെയിലിയർ സീക്വൻസ് ആണ്. ഒരു ഫെയിലിയർ ഉണ്ടായി, കൺസിഡർ ചെയ്യുക ഒരു ഫയർ ഹസാർഡ് ഉണ്ടായി. നേരത്തെ കേസിൽ പോലെ തന്നെ ഒരു ഫയർ ഹസാർഡ് ഉണ്ടാവുക എന്ന് വിചാരിക്കുക. ഫയർ ഹസാർഡ് ഉണ്ടാവുമ്പോൾ ഈ ഫയർ ഹസാർഡ് കൊണ്ട് ഏതെങ്കിലും ഒരു വർക്ക് സിസ്റ്റം 1, ഫസ്റ്റ് സിസ്റ്റം ചിലപ്പോൾ ഈ പച്ച കളറിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് സക്സസ് ആണ്. ഇത് ഫയർ ഉണ്ടായാലും ചിലപ്പോൾ ആദ്യത്തെ സിസ്റ്റത്തിൻ്റെ പ്രോസസ്സ് ചിലപ്പോൾ അത് നടക്കാം, അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റം ഫെയിലിയർ ആവാം. ഈ ഫസ്റ്റ് സിസ്റ്റം സക്സസ് ആയാലും സെക്കൻഡ് സിസ്റ്റത്തിൽ ചിലപ്പോൾ സക്സസ് ഉണ്ടാവുക, ഫെയിലിയർ ഉണ്ടാവുക. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഫെയിലിയർ ആയാലും രണ്ടാമത്തെ സിസ്റ്റം ചിലപ്പോൾ സക്സസ് ആവുക, ഫെയിലിയർ ആവുക, യെസ് ആവുക അല്ലെങ്കിൽ നോൺ ആവുക. മൂന്നാമത്തെ സിസ്റ്റം ഇതേപോലെ നോൺ ആവുക, യെസ് ആവുക. അതായത് മാക്സിമം പ്രോബബിലിറ്റി ത്രൂ ബൂളിയൻ അല്ലെങ്കിൽ ബൈനറി കൂടെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് A തൊട്ട് H വരെയുള്ള ഔട്ട്കംസ് ഉണ്ടാവും. ഇവിടെ ഈ ഔട്ട്കംസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് S1, S2, S3. രണ്ടാമത്തേത് S1, S2 ആൻഡ് F3. മൂന്നാമത്തേത് S1, F2, S3. നാലാമത്തേത് S1, F2 ആൻഡ് F3. ഇങ്ങനെ പല പല ടൈപ്പിലുള്ള ഫെയിലിയർ കൊണ്ടുണ്ടാകുന്ന ഔട്ട്പുട്ട്സുകളാണ് കാണിക്കുന്നത്. അതായത് ഇങ്ങനത്തെ പല കോമ്പിനേഷനിൽ നമ്മൾ ഔട്ട്കംസിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ വന്നാൽ ഇതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്ത് വെക്കുന്നതിനാണ് ഇവൻറ്റ് ട്രീ അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ
നമ്മളെ ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മളെ കോളേജിൽ കുട്ടികളുടെ അഡ്മിഷൻ എടുക്കുകയാണ്. അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ കുറേ കുട്ടികളെ നമ്മൾ അഡ്മിഷൻ എടുക്കും. 60% കൂടുതലുള്ള അഡ്മിഷൻ എടുക്കും, 60% കുറവിലുള്ള അഡ്മിഷൻ എടുക്കും. അപ്പോൾ ഈ അഡ്മിഷൻ എടുത്തിട്ട് ഫസ്റ്റ് ഇയറിൽ ഇവർ ജയിക്കാനും തോൽക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ജയിക്കുകയാണെങ്കിൽ തന്നെ നല്ല മാർക്കോട് കൂടി ജയിക്കുന്നവരുണ്ടാവും, ജസ്റ്റ് പാസ് പെർസെൻറ്റേജിലുള്ളവരുണ്ടാവും. ഈ മാർക്ക് കുറഞ്ഞ കുട്ടികൾ തന്നെ കുറേ ആൾക്കാർ പാസ്സാവും, കുറേ ആൾക്കാർ പാസ്സാവില്ല. ഈ പാസ്സാവാത്ത കുട്ടികളെ നമ്മൾ ഒന്നുകൂടിയും ചിലപ്പോൾ വേണമെങ്കിൽ കൂടുതൽ കോച്ചിങ് ഒക്കെ കൊടുത്തിട്ട് ഇവരെ നമ്മൾ ഒന്നുകൂടി പഠിപ്പിക്കും. ഈ പഠിപ്പിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ പാസ്സാവാം, ചിലപ്പോൾ പാസ്സാവാണ്ടിരിക്കുക. ഇങ്ങനെ പാസ്സാവാണ്ടിരിക്കാത്ത കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തും യെസ് ഓർ നോ എന്നുള്ള ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും. ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എന്തൊക്കെ പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഓൾറെഡി കണ്ടെത്തി അതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ കണ്ടുപിടിച്ച് ഒരു ട്രീ പോലെ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോൾട്ട് ട്രീ അനാലിസിസ് ഇവൻ്റ് ട്രീ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിൽ പിന്നെ നോക്കുന്നത് ബ്രാഞ്ചിങ് പോയിൻ്റ് ഈസ് കോൾഡ് നോഡ്. ബ്രാഞ്ചിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഓരോ ബ്രാഞ്ച് ഇങ്ങനെ തുടങ്ങുന്ന സ്ഥലത്തിന് ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവൻ്റ് ട്രീ അനാലിസിസും ഫോൾട്ട് ട്രീ അനാലിസിസും. ഇതിനെ രണ്ടിനെയും കുറിച്ച് എഴുതാൻ എക്സ്പ്ലെയിൻ ഓർ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫോൾട്ട് ട്രീ ആൻഡ് ഇവൻ്റ് ട്രീ അനാലിസിസ് എന്ന് പറഞ്ഞുകൊണ്ട് സെപ്റ്റംബർ 2020 ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. അടുത്തതെന്താ? ഇപ്പോൾ നമ്മൾ സിലബസിലെ 3ാമത്തെ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തു. അടുത്ത ടോപ്പിക്ക് എന്ന് പറയുന്നത് റോൾ ഓഫ് ആൻ എൻവയറമെൻ്റൽ എഞ്ചിനീയർ. ഒരു എൻവയറമെൻ്റൽ എഞ്ചിനീയറിൻ്റെ റോൾസുകൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. എൻവയറമെൻ്റൽ എഞ്ചിനീയേഴ്സിൻ്റെ റോൾസ്. ഓക്കെ, ഓൾ എഞ്ചിനീയേഴ്സ്, എല്ലാ എഞ്ചിനീയേഴ്സിനും അവരുടേതായിട്ടുള്ള കുറച്ച് എന്തുണ്ട്? റോൾസ് ഉണ്ട്. എൻവയറമെൻ്റൽ എഞ്ചിനീയേഴ്സിന് പ്രത്യേകമായിട്ട് നമ്മളെ മനുഷ്യൻ്റെ ഏതെങ്കിലും ആക്ടിവിറ്റി എൻവയറമെൻ്റൽ പൊല്യൂഷനോ എൻവയറമെൻ്റൽ എന്തെങ്കിലും അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻവയറമെൻ്റലിൻ്റെ എന്തെങ്കിലും ഒരു ഫാക്ടേഴ്സ് ഹ്യൂമൻ്റെ പോപ്പുലേഷന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കണം. ആൻഡ് ഓൾസോ ദേ അനലൈസ് എൻവയറമെൻ്റൽ ക്വാളിറ്റി. എൻവയറമെൻറ്റിൻ്റെ ക്വാളിറ്റി അവർ എപ്പോഴും അനലൈസ് ചെയ്യണം. ഇനിയിപ്പോൾ ക്വാളിറ്റി കൂട്ടാനോ അല്ലെങ്കിൽ കുറക്കാനോ എന്താ വേണം? ഡിസൈൻ സിസ്റ്റംസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ടു ഇംപ്രൂവ് എയർ ക്വാളിറ്റി, വാട്ടർ ക്വാളിറ്റി ആൻഡ് സോയിൽ ക്വാളിറ്റി. അങ്ങനെ അവരെ പ്രൈം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇംപ്രൂവ് ദ ഹ്യൂമൻ ഹെൽത്ത് ആണ്. ഓക്കെ, ടിപ്പിക്കൽ ആക്ടിവിറ്റീസ് ഫോർ എൻവയറമെൻ്റൽ എഞ്ചിനീയേഴ്സ്. സാധാരണ എൻവയറമെൻ്റൽ എഞ്ചിനീയേഴ്സ് ചെയ്യുന്ന വർക്കുകളാണ് താഴെ കൊടുത്തിരിക്കുന്ന പോയിൻറ്റ്സ്. നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഞാൻ വായിക്കുകയാണ് ഒരു പ്രാവശ്യം. ഡിസൈനിങ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, മോണിറ്ററിങ് ഡിസ്ചാർജസ് ഫോർ റെഗുലേറ്ററി കംപ്ലയൻസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഫോർ റെഡ്യൂസിങ് ആൻഡ് യൂട്ടിലൈസിങ് സോളിഡ് വേസ്റ്റ്, ഡിസൈനിങ് മുനിസിപ്പൽ ഓർ ഹസാർഡസ് വേസ്റ്റ് ഡിസ്പോസൽ സൈറ്റ്, മോണിറ്ററിങ് എയർ പൊല്യൂഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് കൺട്രോൾ എക്യുപ്മെൻറ്റ്, പ്രൊഡിക്റ്റിംഗ് മൂവ്മെൻറ്റ് ഓഫ് containment in air, water and soil, devising contaminated site remediation schemes, developing pollution control technologies for different industries, responding to environmental agencies such as oil spills, developing environmental regulations, providing input into environmental impact assessment hearing. കുറേ കാര്യങ്ങൾ നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഇത് തന്നെ നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചിട്ട് എക്സാമിന് എഴുതണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ കുറേ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അതിൻ്റെ മിറ്റിഗേഷൻ, അതിൻ്റെ കാരണങ്ങളൊക്കെ പഠിച്ചു. നമുക്കറിയാമല്ലേ ഒരു സാധാരണ ഒരു എൻവയറമെൻറ്റിനെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ എഴുതിയാൽ മതി. ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കണം, എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യണം, എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ വാട്ടർ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റംസ് എന്തൊക്കെയാണ് നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം. ഇൻഡസ്ട്രീസിൽ അതൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ വാഹനങ്ങളുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നുള്ള ചെക്ക് വാങ്ങുന്നുണ്ട് അല്ലേ. അതായത് പൊല്യൂഷൻ്റെ സാധനങ്ങൾ പൊല്യൂഷൻ ചെക്ക് ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുന്നുണ്ട് വാഹനങ്ങൾക്ക്. ഇതൊക്കെ ഒരു എൻവയറമെൻ്റൽ എഞ്ചിനീയേഴ്സ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അടുത്തത് ഡ്യൂട്ടീസ് ഓഫ് എൻ എൻവയറമെൻ്റൽ എഞ്ചിനീയർ. രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. പോയിൻറ്റ്സിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. നിങ്ങളോട് 10 മാർക്കിന് ചോദിച്ചാണെങ്കിൽ ഈ എല്ലാ പോയിൻറ്റ്സും എഴുതണം, പോയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യും വേണം. Okay, just duties of an environmental engineers for impact assessment are to ensure that decisions are taken following timely and sound environmental advice,
to encourage and provide opportunities for public participation in environmental aspects of proposal before decisions are taken, to ensure that the proponent or proposals take primary responsibility for protection of the environment relating to their proposals, to facilitate environmentally sound proposals by minimizing adverse aspects and maximizing benefit to the environment, to provide a basis for ongoing environmental management including through the result of monitoring, and to promote awareness and education in the environmental values. ഇനി സാധാരണ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ദാറ്റ് എൻജിനീയേഴ്സ് ഷുഡ് കൺസിഡർ. എൻവയോൺമെൻറ്റലിന് വരുന്ന സാധാരണ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ വേസ്റ്റ്, റീസൈക്ലിംഗ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എൻജിനീയേഴ്സ് ഇപ്പോൾ എക്സാമ്പിളാണ്, നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ആ ബിൽഡിംഗ് സൈറ്റിൽ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്റ്റൊക്കെ ഒഴിവാക്കേണ്ടത് ഒരു എൻജിനീയറിൻ്റെ ഇഷ്യൂ ആണ്. റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എൻജിനീയർ മാക്സിമം മെറ്റീരിയൽസും എക്യുപ്മെൻറ്റ്സൊക്കെ റീസൈക്കിൾ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യണം. ദെൻ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. മോസ്റ്റ് പ്രൊജക്റ്റ് റിക്വയർ എക്സ്റ്റെൻസീവ് എൻവയോൺമെൻറ്റൽ ഇൻപുട്ട്. This will normally be in the form of environmental impact assessment and environmental survey. Engineers should investigate these issues early. അതായത് ഇപ്പോൾ ചില ഇതിന് കുറേ ക്വാറികൾ ഉണ്ടാക്കേണ്ടി വരും. അതായത് ക്വാറിയിൽ നിന്നുള്ള കുറേ കല്ലുകൾ വേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുന്നേ ആ പ്രൊജക്റ്റ് കാരണമായിട്ട് എന്തൊക്കെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. എന്നിട്ട് അത് കണ്ടുപിടിക്കണം. എന്നിട്ട് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ഒക്കെ നടത്തണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലൈഡ്സിൽ കുറച്ച് പോയിൻറ്റ്സുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന PDF ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ 10 മാർക്കിനൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എന്തായാലും ഒരു 4 പേജ് മിനിമം എഴുതണം, എന്നെങ്കിലേ നിങ്ങൾക്ക് ഫുൾ 10 മാർക്ക് കിട്ടുള്ളൂ. ഒരു 4 പേജിൽ എഴുതാനുള്ള പോയിൻറ്റ്സുകൾ നമ്മൾ PDF കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്തത് വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇതേ പോയിൻറ്റ്സുകൾ തന്നെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഏകദേശം നിങ്ങൾക്ക് അറിയുന്ന പോയിൻറ്റ്സ് നിങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് ആ കുറച്ച് മെത്തഡോളജീസാണ്. അഡ്ഹോക്ക് മെത്തഡോളജി, മെട്രിസസ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് മെത്തഡോളജീസും ഈ ഫോൾട്ട് ട്രീ അനാലിസിസും ഇവൻറ്റ് ട്രീ അനാലിസിസൊക്കെ നമുക്ക് ഉണ്ടാക്കി എഴുതാതെ പറ്റുള്ളൂ, എഴുതാൻ പറ്റാത്തതായിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ എന്ന് ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ മടി കൂടാതെ കുറേ എഴുതി സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾ എന്തായാലും EIAയിൽ പാസ്സാവും. ഓക്കെ, ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മളെ സിലബസിലുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് എന്ത്, പബ്ലിക് പാർട്ടിസിപ്പേഷൻ. പബ്ലിക്കിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മളെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ്റെ ഇതിൽ നമുക്ക് നോക്കാം. അതിനും ഈ പറഞ്ഞ പോലെ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. എല്ലാം നമുക്കറിയുന്ന പോയിൻറ്റ്സ് തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഈസ് ആൻ ആക്റ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, മീനിങ് ആൻഡ് ഒപ്പീനിയൻസ്. ദ പബ്ലിക് ഹാസ് മെനി റോൾസ് സച്ച് ആസ് provide data and information that is essential for the assessment of impact on the physical and social environment. Reduce conflict through the early identification of contentious issues. Then help to identify the local citizen and groups with special expertise. Identify local and regional issues. Provide historical perspective to current environmental conditions. Help to generate field data. Then provide criteria for evaluating the significance of identified impacts. Suggest forms and help organizing mechanism for public participation. Help to define the scope of work and schedule for the overall assessment process. Provide a link between the assessment team members and key organization. Identify and evaluate potential mitigation measures. Increase public confidence in EIA process. Then public consultation. Public consultation എന്ന് പറയുന്നത് മെയിനായിട്ട് 2 പ്രോസസ്സ് കൂടിയാണ് നടക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പബ്ലിക് ഹിയറിംഗ്, രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഒബ്റ്റെയിൻ റെസ്പോൺസസ്. അപ്പോൾ പബ്ലിക് ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ ദ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, SPCB, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് നടത്തുന്നത്.
Forward proceedings to a regulatory authority concerned within 45 ദിവസത്തിനുള്ളിൽ അത് ഫോർവേഡ് ചെയ്യും. ഇഫ് നോട്ട് അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ അപ്പോയിൻറ്റ് അനദർ ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻ ടു ഡു ദ സെയിം വിതിൻ അനദർ 45 days. If the public agency nominated reports that is not possible to conduct the public hearing in a manner which will enable the views of the concerned local persons to be freely expressed, it shall report the fact in detail to the concerned regulatory authority. After due consideration of the report, shall rule the public consultation in the case need not include the public hearing. Next, അടുത്തെന്ന് പറയുന്നത് responses from other concerned persons. Invite replies from such concerned persons by placing on their website the summary of EIA report. Use other appropriate media for ensuring wide publicity for the project. Within 7 days of receipt of written request for arranging the public hearing, confidential informations including non-disclosable or legally privileged informations involving intellectual property rights shall not be placed on the website. Make available on written request from any concerned persons the draft EIA report for inspection at a notified place during normal office hours till the date of public hearing. All the responses received as part of this public consultation process shall be forwarded to the applicant through the quickest available means. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ PDF കൊടുത്തിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല. പബ്ലിക് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് 2 ടൈപ്പാണ്. ഒന്ന് പബ്ലിക് ഹിയറിംഗ് ഉണ്ടാവും, ഓരോരുത്തർക്ക് വന്നിട്ട് അവരുടെ കാര്യങ്ങൾ പറയുക. രണ്ടാമത്തേത് ഒബ്റ്റെയിൻ റെസ്പോൺസസ് ഉണ്ടാവും. ഈ പബ്ലിക് ഹിയറിംഗ് വഴി 45 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അതോറിറ്റിക്ക് കൈമാറും. എന്നിട്ട് അവരൊരു റിപ്ലൈ തരും. ഈ റിപ്ലൈ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡിവിജ്വൽസിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് അതിന് റെസ്പോൺസ് വാങ്ങിക്കാം, അത് നമുക്ക് കേൾക്കാം. ഓക്കെ, അതിനനുസരിച്ച് തീരുമാനങ്ങൾ പെട്ടെന്ന് മാറ്റും. ഓക്കെ, ദെൻ ദ ടെക്നിക്സ്. സാധാരണ പബ്ലിക് പാർട്ടിസിപ്പേഷന് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് പബ്ലിക് ഹിയറിംഗ്, നമ്മളിപ്പോൾ പറഞ്ഞു. പിന്നെ പബ്ലിക് ഇൻഫർമേഷൻ സെഷൻസ്, പ്രൊജക്റ്റ് വർക്ക്ഷോപ്സ് ഉണ്ടാവും, ക്വസ്റ്റ്യൻ ആൻസർ പീരിയഡ് ഉണ്ടാവും, ആൻഡ് ഒപ്പീനിയൻ ക്വസ്റ്റ്യനേഴ്സ്. അങ്ങനത്തെ പല പല പബ്ലിക് പാർട്ടിസിപ്പേഷൻ ടെക്നിക്സ് ഉണ്ടാവും. ദെൻ ഇങ്ങനത്തെ ഒരു പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഉണ്ടായാലുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, സാധാരണ ഏജൻസി വിൽ ഗെറ്റ് എ ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് ദ ഇഷ്യൂസ്. ഒരു ഇഷ്യൂസിനെ പറ്റിയുള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയ വരും. എ സേഫ്റ്റി വാല്യൂ പ്രൊവൈഡിങ് ഫോറം ഫോർ ദ ഡിഫറെൻറ്റ് ഫീലിങ്സ് ആൻഡ് എഫക്റ്റഡ് പേഴ്സൺ വിൽ ഗെറ്റ് an opportunity to present their views. Public can provide useful information to decision makers on the factors that cannot be easily quantified. Helps to enhance public confidence in the agency. മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അവരൊന്നും ചിലപ്പോൾ റിപ്ലൈ ചെയ്യൂല, അല്ലെങ്കിൽ അതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യൂല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് പബ്ലിക് പാർട്ടിസിപ്പേഷൻ, ചില ആൾ സിൻസിയറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത പ്രശ്നം ഉണ്ടാവും. പിന്നെ അതുപോലെ കുറേ കൺഫ്യൂഷൻസ് ഓഫ് ഇഷ്യൂസൊക്കെ ഉണ്ടാവും. കാരണം എന്താ, ഈ ലാക്ക് ഓഫ് നോളജ് ഓഫ് പാർട്ടിസിപ്പൻസിന് ഫുൾ നോളജ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നമുക്ക് ഈ മൊഡ്യൂളിൽ നിന്ന് സാധാരണ 2020 സെപ്റ്റംബറിൽ ചോദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. നാലാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ അസൈൻമെൻ്റ് ആയിട്ട് തന്നിരുന്നു. എന്തായിരുന്നു? എക്സ്പ്ലെയിൻ ദ സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് യൂഷ്വലി എൻകൗണ്ടേർഡ് ഡ്യൂ ടു ഡെവലപ്മെൻറ്റ്. സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റിനെ കുറിച്ച് എഴുതാനുള്ളൊരു 10 മാർക്കിൻ്റെ എസ്സേ. ഈ 3 ക്വസ്റ്റ്യൻസും 10 മാർക്കിൻ്റെ എസ്സേ തന്നെയാണ്. നമ്മൾ ഇപ്രാവശ്യത്തെ അസൈൻമെൻറ്റ് 4 ആണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാത്തിനും ആൻസർ ചെയ്യണം. വെറുതെ PPT മാത്രം നോക്കിയിട്ട് ആൻസർ ചെയ്തിട്ട് കാര്യമില്ല. ഒരു 10 മാർക്കിൻ്റെ ഒരു എസ്സേ പോലെ എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതണം എന്നുള്ളത് PDF നോക്കിയിട്ട് വേണം എഴുതാൻ. ക്വസ്റ്റ്യൻസ് ഇതാണ്. ഫസ്റ്റ് വൺ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫോൾട്ട് ട്രീ ആൻഡ് ഇവൻറ്റ് ട്രീ അനാലിസിസ്. ദെൻ സെക്കൻഡ് വൺ, എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് മെട്രിസസ് ആൻഡ് ഓവർലേസ്. ആൻഡ് ഓൾസോ തേർഡ് വൺ, ഡിസ്കസ് അബൌട്ട് സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് അസോസിയേറ്റഡ് വിത്ത് ആൻ എയർപോർട്ട് പ്രൊജക്റ്റ്. നിങ്ങൾ PDF റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എല്ലാം കിട്ടും. 10 മാർക്കിനുള്ള എസ്സേ പോലെ വേണം എഴുതാൻ. ഈ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചതാണ്. ഓക്കെ, താങ്ക് യു.